السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ടവരെ, തലപ്പെരുമണ്ണ മൊഈനുൽ ഇസ്ലാം മദ്രസയിൽ നബിദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇഷ്കെ മദീന 2026 നബിദിന ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള നസീഹത്തു സ്വബാഹിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ഈ റബീഉൽ അവ്വൽ 12-നാണല്ലോ. ഇതിനോടനുബന്ധിച്ച് ആഗോള വ്യാപകമായി അവിടത്തോടുള്ള സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമായി ധാരാളം ആഘോഷങ്ങൾ നടന്നു വരികയാണ്. എല്ലാ ആഘോഷ പരിപാടികളുടെയും ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്: ഹബീബിനോടുള്ള മഹബത്ത്, ഹബീബിന് നമ്മളോടുള്ള മഹബത്ത്. ഇത് രണ്ടുമാണ് ഈ ആഘോഷ പരിപാടികളെ കൊണ്ടൊക്കെ ലക്ഷ്യമാക്കുന്നത്. മുത്തുനബിയോടുള്ള സ്നേഹമെന്നത് ഒരു വിശ്വാസിയുടെ കടമയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന്. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് എത്രമാത്രം ഉണ്ടാവണമെന്ന് നമ്മെ അവരുടെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്വഹാബി തൻ്റെ തലമുടി നിലത്ത് ഇഴയുമാറ് നീട്ടി വളർത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ നീട്ടി വളർത്തുന്നതിൽ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാമിൻ്റെ ആചാരവുമല്ല. പക്ഷേ ആ സ്വഹാബി തൻ്റെ തലമുടി നിലത്ത് ഇഴയുമാറ് നീട്ടിയിരിക്കുന്നു. ആ സ്വഹാബിയോട് ചോദിച്ചു, എന്താണ് നിങ്ങളങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന്. മഹാനവറുകൾ പറഞ്ഞ മറുപടി, എൻ്റെ തലമുടിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് തടവിയിട്ടുണ്ട്. ആ മുടി മുറിച്ചു കളയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ഹബീബിനോടുള്ള മഹബത്തിൻ്റെ ഒരു കുറവായി ഞാൻ മനസ്സിലാക്കുകയാണ് എന്ന് ആ സ്വഹാബി മറുപടി പറയുകയാണ്. ആ സ്വഹാബി ഹബീബിനുള്ള മഹബത്ത് പ്രകടമാക്കിയത് അങ്ങനെയാണ്. മറ്റൊരു സ്വഹാബി ഈത്തപ്പനത്തോട്ടം നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ട വിവരമറിയുന്നത്, വഫാത്തായ വിവരമറിയുന്നത്. ആ സ്വഹാബി തൻ്റെ നനക്കുന്ന ആയുധം നീട്ടി വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, എൻ്റെ മുത്തുനബിയെ കാണാത്ത കണ്ണെനിക്കിനി വേണ്ട, ഈ കണ്ണിൻ്റെ കാഴ്ച നീ എടുത്തു കളയണമേ റബ്ബേ എന്ന് ആ സ്വഹാബി ആ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് തൻ്റെ മുഖത്ത് തടവിയതോടുകൂടി 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. ആ സ്വഹാബിയുടെ പുത്രൻ ആ സ്വഹാബിയുമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസയുടെ സന്നിധിയിലേക്ക് പോവുകയാണ്. ആ സ്വഹാബി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. ആ സ്വഹാബിയുടെ മകൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്വഹാബിയുടെ നെറ്റിത്തടം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിത്തടത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചുണ്ടുകളോട് ആ സ്വഹാബിയുടെ തിരുചുണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. ആ സ്വഹാബി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഹബീബായ നബിയെ, അങ്ങേ കാണാനുള്ള കണ്ണെനിക്കില്ല, അങ്ങേ കാണാതെ എനിക്ക് ഈ ദുനിയാവിൽ കാഴ്ചയുള്ള കണ്ണ് വേണ്ട, അതുകൊണ്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞിരിക്കുന്നു, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിലേക്ക് വരണമെന്ന് മാത്രമാണ് ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബത്ത് പ്രകടമാക്കിയത് തൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ വാർത്ത അറിഞ്ഞതിന് ശേഷം അദ്ദേഹം മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന മുഹമ്മദൻ എന്ന എന്ന് ഉച്ചരിച്ച് അത് പൂർത്തിയാക്കാൻ കഴിയാതെ ബോധരഹിതനായി വീണ ചരിത്രം
നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത മദീനയിൽ ഇനി എനിക്ക് നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് കൂഫയിലേക്ക് നാട് വിട്ട മഹാനാണ് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം മുത്തുനബി ഇല്ലാത്ത മദീന വേണ്ട എന്ന് പറഞ്ഞ് മദീനയിൽ നിന്ന് പുറത്തു പോയവരാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവാചക സ്നേഹം അദ്ദേഹം പ്രകടമാക്കിയത്. എന്നാൽ മറ്റു ചിലർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച മദീനയിൽ എനിക്ക് ജീവിക്കണം, ആ മദീനയിൽ തന്നെ എനിക്ക് മരിക്കണം, ആ മദീനയിൽ തന്നെ എൻ്റെ അന്ത്യവിശ്രമവും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചവരും ഉണ്ടായിരുന്നു. മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു അത്തരക്കാരിൽപ്പെട്ടവരായിരുന്നു. മഹാനവറുകൾ മദീനയിൽ നിന്ന് മറ്റൊരിടത്തേക്കും ഒരു യാത്രയും പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഒരു ഹജ്ജ് പോലും ചെയ്തിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അല്ലാഹു ആലം. ഏതായാലും അദ്ദേഹം മദീന വിട്ടു പോയാൽ പുറം നാട്ടിൽ വെച്ച് അദ്ദേഹത്തിന് മരണം സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ട് എനിക്കെൻ്റെ ഹബീബിൻ്റെ മദീനയിൽ തന്നെ മരിക്കണം, അവിടെ മറവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന, എന്ന് പ്രാർത്ഥിച്ചിരുന്ന മഹാനായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം മസ്ജിദുൻ നബവിയുടെ സമീപത്തുള്ള ജന്നത്തുൽ ബഖീഇലാണ് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവർ മുത്തുനബി എന്താണോ ആവശ്യപ്പെട്ടത്, മുത്തുനബി എന്താണോ ആഗ്രഹിച്ചത്, അത് ചെയ്യുന്നതിൽ മത്സരിക്കുന്നവരായിരുന്നു. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു സ്ഥിരമായി പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് കാത്തു നിൽക്കാതെ വീട്ടിലേക്ക് പോകുക പതിവായിരുന്നു. ഒരു ദിവസം അബൂ ദുജാനയെ വിളിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല അബൂ ദുജാന, എന്തിനാണ് നീ നേരത്തെ പോകുന്നത് പ്രാർത്ഥനയ്ക്ക് നിൽക്കാതെ? മഹാനവറുകൾ പറയുന്നു, ഹബീബായ നബിയെ, എൻ്റെ അയൽ വീട്ടുകാരനായ ഒരു മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഒരു ഈത്തപ്പന മരം എൻ്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നു. ആ ഈത്തപ്പന മരത്തിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം എൻ്റെ മക്കൾ എടുത്ത് കഴിക്കും. എൻ്റെ മക്കൾക്ക് എൻ്റെ വീട്ടിൽ വല്ലാത്ത പട്ടിണിയാണ്. ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം പോലും മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത ദിവസങ്ങൾ എൻ്റെ വീട്ടിലുണ്ടാവാറുണ്ട്. പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട് ചിലപ്പോൾ എൻ്റെ മക്കൾ ഈത്തപ്പഴം എടുത്ത് കഴിച്ചാലോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് നേരത്തെ പോകുന്നത്. ഇത് കേട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഈത്തപ്പന മരം ആരെങ്കിലും എനിക്ക് വിൽക്കുമോ, അതിന് വിലയായി ഞാൻ സ്വർഗം തരാം എന്ന് വിളംബരം ചെയ്തു. മദീനയാകെ പ്രചരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഈത്തപ്പന മരത്തിന് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന്. പെട്ടെന്ന് അബൂ ദഹദ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നു. ഹബീബായ നബിയെ, ആ ഈത്തപ്പന മരം ഞാൻ വാങ്ങാം, ആരുടേതാണ് ആ ഈത്തപ്പഴം? അങ്ങനെ ഈത്തപ്പന മരം, അങ്ങനെ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ അയൽ വീട്ടുകാരനായ മുതലാളിയുടെ വീട്ടിലേക്ക് അദ്ദേഹം ചെന്നു. നിനക്ക് എന്താണ് ആ ഈത്തപ്പന മരത്തിന് വിലയായി നൽകേണ്ടത് എന്ന്. അബൂ ദഹദ റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയുടെ പിറകുവശത്ത് അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഈത്തപ്പനത്തോട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഉപജീവന മാർഗമായിരുന്നു ആ ഈത്തപ്പനത്തോട്ടം. ആ ഈത്തപ്പനത്തോട്ടം വിലയായി നൽകാം, ഈ ഈത്തപ്പന മരം എനിക്ക് വിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനോട് വാങ്ങി ആ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. അദ്ദേഹത്തോട് പറഞ്ഞു, അബൂ ദുജാന, ഇന്ന് മുതൽ ആ ഈത്തപ്പന മരം നിന്റേതാണ്, അത് വാങ്ങി ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. അതിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം നിന്റെ മക്കളുടെ വിഷപ്പടക്കാൻ നീ നൽകണം എന്ന് അബൂ ദുജാനയോട് പറയുകയും നേരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്ന് ആ സന്തോഷ വാർത്ത അറിയിക്കുകയും ആ സ്വർഗം കൈകൊണ്ട് വാങ്ങുകയും ചെയ്തു ആ മഹാനായ അബൂ ദഹദ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് തൻ്റെ ഭാര്യയോട് പറയുകയാണ്, പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ വീട്ടിലെ ഉപജീവന മാർഗമായ ആ ഈത്തപ്പനത്തോട്ടമുണ്ടല്ലോ, മദീനത്തെ പള്ളിയുടെ പിറകുവശത്തുള്ള, അത് ഞാൻ വിറ്റിയിരിക്കുന്നു, ഹബീബായ നബി തങ്ങൾക്ക് സ്വർഗത്തിന് പകരം വിറ്റിരിക്കുന്നു എന്ന്. സാധാരണ നമ്മുടെ ഭാര്യമാരൊക്കെ എന്താണ് പറയുക? എന്താ മനുഷ്യ, നിങ്ങൾക്ക് സുഖമില്ലേ? നമ്മുടെ ഉപജീവനത്തിന് ഉള്ള തോട്ടമല്ലേ അത് എന്നാണ്. എന്നാൽ ആ ഭാര്യ പറഞ്ഞത്, പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ബുദ്ധിമാനാണ്, നിങ്ങളാണ് ബുദ്ധിമാൻ. നാളെ പരലോകത്ത് സ്വർഗത്തിന് പകരം നിങ്ങൾ ഈത്തപ്പനത്തോട്ടം വിറ്റെങ്കിൽ നിങ്ങളാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞാലും അതനുസരിക്കുവാൻ സ്വഹാബത്തുൽ കിറാം സന്നദ്ധരായിരുന്നു. അവർ ആത്മാർത്ഥമായി ഹബീബിനെ സ്നേഹിക്കുന്നവരായിരുന്നു.
നമ്മളും ഹബീബിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ആ സ്നേഹത്തിന് കാരണമാകുന്ന സന്തോഷ പ്രകടനങ്ങളിലൊക്കെ പങ്കുചേരാനും തയ്യാറാവുക. ഇന്നത്തെ ചോദ്യം, അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന് തോട്ടം വിലക്ക് വാങ്ങി ദാനം ചെയ്ത സ്വഹാബിയുടെ പേരെന്ത്?